السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد. പരിശുദ്ധ ഖുർആനിലെ രണ്ടാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറയിലെ 33-ാമത്തെ ആയത്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആയത്ത് ഒരുമിച്ച് أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ أخذنا ميثاقكم ورفعنا قالوا سمعنا وعصينا وأشركوا في قلوبهم العجل بكفرهم قل بئس ما يأمركم به إيمانكم إن كنتم مؤمنين وإذ أخذنا ميثاقكم നിങ്ങളോട് നാം കരാറ് വാങ്ങിയ സന്ദർഭം ഓർക്കേണ്ടതാണ്. ورفعنا فوقكم الطور തുലിസിന പർവ്വതത്തെ നിങ്ങൾക്ക് മീതെ നാം ഉയർത്തുകയും ചെയ്തു. ഖുദൂ മാ ആതൈനാകും, നിങ്ങൾക്ക് നാം നൽകിയ യാതൊന്നിനെ നിങ്ങൾ പിടിക്കുക. ബിഖുവ്വത്തിൻ, ശക്തിയോടുകൂടി. വസ്മഉ, നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കുകയും ചെയ്യും. ഖാലൂ, അപ്പോൾ അവർ പറഞ്ഞത് സമഅന വഅസൈന, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ ധിക്കാരം കാണിക്കുകയും ചെയ്തു. വഉശീബു ഫീ ഖുലൂബിഹിമുൽ ഇജ്ല, അവരുടെ ഹൃദയങ്ങളിൽ പശുക്കുട്ടി കുടിപ്പിക്കപ്പെട്ടു ലയിച്ചു ചേർന്നു. ബികുഫ്രിഹിം, അവരുടെ നിശ്ചയത്താൽ. ഖുൽ, നബിയെ പറയുക, ബിഇസ മാ യഅ്മുറുക്കും ബിഹി ഈമാനുക്കും. ബിഇസ മാ, വളരെ ചീത്തയാണ് യാതൊന്ന്. യഅ്മുറുക്കും ബിഹി, അത് മുഖേന കൽപ്പിക്കപ്പെടുന്നു നിങ്ങൾക്ക്. ഈമാനുക്കും, നിങ്ങളുടെ ഈമാൻ നിങ്ങൾക്ക് കൽപ്പിക്കപ്പെടുന്നത് വളരെ ചീത്തയാണ്. ഈ കൊണ്ടും നിങ്ങൾ വിശ്വാസികളാണ്. ഇവിടെ ഇതിൻ്റെ വിശദീകരണമാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അതിൽ ബിഇസൽ മസ്വീർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നീട് നമ്മൾ പറഞ്ഞു വരുന്നത് ബിഇസൽ മിഹാദ,
ബിഇസമായമുറുക്കും എന്ന ഭാഗമാണ് നമ്മൾ ഈ ആയത്തിന്റെ അവസാന ഭാഗമാണ് വിശദീകരിച്ചു വരുന്നത്. ബിഇസ വളരെ മോശം, മാ യാതൊന്ന അതെന്താണ് എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ബിഇസ മാ എന്ന് പറഞ്ഞാൽ അത് ബിഇസൽ മസീർ ഒന്ന്. രണ്ടാമത് ബിഇസൽ മിഹാദ്. അതെന്തൊക്കെയാണ്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനം പറഞ്ഞ ആയത്തിന്റെ അല്ല, ബിഇസൽ മിഹാദിൽ നമ്മൾ പറഞ്ഞത് 3:12. ഇനി അതേ സൂറത്തിലെ 197 97. متاع قليل ثم مأواه جهنم وبئس المهاد. متاع قليل തുച്ഛമായ ഒരു സുഖാനുഭവമാകുന്നു അത്. ഇത് വളരെയധികം നമ്മളെ ചിന്തിപ്പിക്കേണ്ട, നമ്മളിൽ വളരെ വലിയ മാറ്റങ്ങൾക്ക് വിധേയമാകേണ്ട ഒരു പ്രധാനപ്പെട്ട ആയത്താണ്. അല്ലാഹു പറയുന്നത് ഈ ഭൂമിയിൽ തൊട്ടു മുതലായിട്ട് കാണാം. ലാ യഗുറന്നക തഖല്ലുബുൽ ലദീന കഫറൂ ഫിൽ ബിലാദ്. നാട്ടിൽ വിശ്വാസികളും അവിശ്വാസികളുമായ ആൾക്കാരുണ്ട്. ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്, ഒരു വിശ്വാസം ഇല്ലാതെ തോന്നിയ പോലെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു പക്ഷേ ഈ വിശ്വാസിയുടെ ജീവിതത്തെക്കാൾ ഐശ്വര്യവും സമ്പന്നതയും ഒക്കെ അവിശ്വാസിയുടെ ജീവിതത്തിലായിരിക്കും. അപ്പൊ അള്ളാഹു പറയുന്നില്ല, അത് ഒരിക്കലും നിങ്ങളെ വഞ്ചിതനാക്കരുത്, ഒരിക്കലും നിങ്ങൾ വഞ്ചിതരാകരുത്. വിശ്വാസമില്ലാത്ത ആൾക്കാർ നാട്ടിൽ അവർ സ്വൈര്യവിഹാരം നടത്തുന്നത് ഒരിക്കലും നിന്നെ വഞ്ചിക്കാതിരിക്കട്ടെ. വളരെ വലിയ ആശയമാണ്. ഒരു വിശ്വാസമില്ലാത്ത, ഈമാനില്ലാത്ത, തോന്നിയ പോലെ ജീവിക്കുന്ന ആൾക്കാർ നാട്ടിൽ സ്വൈര്യവിഹാരം നടത്തുന്നു എന്നത്, അവരങ്ങനെ തോന്നിയ പോലെ അവർക്കെല്ലാം ഒരു കുറവില്ല, അവരങ്ങനെ ജീവിക്കുന്നു എന്നത് ഒരിക്കലും ആ ചിന്ത നിന്നെ പിടികൂടരുത്, നിന്നെ വഞ്ചിക്കാതിരിക്കട്ടെ. എന്നിട്ട് അള്ളാഹു പറയാണ്, മത്താഉൻ ഖലീൽ, ഈ ദുനിയാവിലെ വിഭവങ്ങളെല്ലാം അത് ഖലീലാണ്, തുച്ഛമാണ്, വളരെ നൈമിഷികമാണ്, ശാശ്വതമായ ഒന്നല്ല. പിന്നെ ഇവർക്കൊക്കെ വരാനുള്ള സങ്കേതം എന്താണ്? നരകമാണ്. വളരെ മോശപ്പെട്ട സങ്കേതമാണ്. നമ്മൾ പഠിക്കണം. എന്താണ് പറഞ്ഞത്? നമ്മൾ ഒരിക്കലും നമ്മളെ ദുനിയാവ് നോക്കി ഈമാൻ ഉണ്ടാക്കരുത്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ദുനിയാവ് നോക്കി, ദുനിയാവിലെ സാഹചര്യങ്ങൾ നോക്കി, ദുനിയാവിലെ ജീവിതം നോക്കി, ദുനിയാവിലെ മറ്റ് കാര്യങ്ങൾ നോക്കി ഒരിക്കലും നമ്മുടെ ഈമാനിനെ അതുമായി തുലനം ചെയ്യരുത്. ഞാനെന്തിനാ അങ്ങനെ, ഞാൻ മാത്രത്തിനങ്ങനെ സൂക്ഷിച്ച് ജീവിക്കുന്നത്, ഞാനെന്തിനങ്ങനെ വിശ്വാസിയാണ്, എനിക്ക് മാത്രത്തിനങ്ങനെ വിശ്വാസം, ഞാൻ മാത്രത്തിനങ്ങനെ സൂക്ഷ്മത പാലിക്കുന്നത് എന്നൊന്നും ചിന്തിക്കരുത്. ആയത്തുകൾ പഠിക്കുന്നത് അല്ലേ? നമ്മൾ പഠിക്കുന്ന ആയത്താണ്
നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ നിങ്ങളെ ഈമാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് വളരെ ചീത്തയായ കാര്യമാണെന്നാണ്. നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ നിങ്ങളെ ഈമാനോട് കൽപ്പിക്കുന്നത് വളരെ ചീത്തയായ കാര്യമാണ്. അപ്പൊ ആ കാര്യം എന്താണെന്ന് പഠിക്കണം, അതെങ്ങനെ വരുന്നത് പഠിക്കണം. ഈ അഭിസംബോധന ആരോടാണ്? ഈ അഭിസംബോധന അല്ലാഹു തആല വേദഗ്രന്ഥം നൽകിയ ബനീ ഇസ്രായേലിൽ അല്ലാഹു പ്രവാചകൻ കൊടുത്ത് വേദഗ്രന്ഥം കൊടുത്ത് അനുഗ്രഹിച്ച ഒട്ടനവധി അനുഗ്രഹങ്ങളിലൂടെ ആദരിച്ചിട്ടുള്ള ബനൂ ഇസ്രായേലിനോടാണ് അല്ലാഹു തആല പറഞ്ഞത്. അവരുടെ ചരിത്രം കഥ നമ്മളോട് ഓർക്കാനാണ് പറയുന്നത്. മനസ്സിലായോ പറഞ്ഞത്? ഒരാള് പറഞ്ഞു, ഈ തൗഹീദ് മാത്രമുള്ള ആൾക്കാര് ഒരു കടപ്പുറത്ത് ഒരു ബോട്ട് വാങ്ങി, വലിയ ജോലിക്ക് പോകണമെങ്കിൽ വലിയൊരു വെള്ളമാണ്. അവർക്ക് എന്നും കഷ്ടപ്പാടാണ്. അവർക്ക് എന്നും അവരെ വല പൊട്ടുന്നു, വല ലക്ഷക്കണക്കിന് വിലയുള്ള വിലക്ക് കേട് വരുന്നു, അവർക്ക് വേണ്ടത്ര കിട്ടുന്നില്ല, ഒന്നും ചെയ്യുക അവർക്ക് എപ്പോഴും പ്രശ്നമാണ്. അതേ സമയത്ത് അപ്പുറത്ത് ഇതേ സമയത്ത് വാങ്ങിയ കുറച്ച് ആൾക്കാർ അവര് നൂല് കെട്ടിയിട്ടുണ്ട്, തകിട് കെട്ടിയിട്ടുണ്ട്, അവർക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ വിഹിതം മറ്റേ ധാരണകളിലേക്കാണ്, മക്കുപറകളിലേക്കാണ്, ഇവിടേക്കൊക്കെയാണ്. എന്നിട്ട് ഇവർ തുലനം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് എന്നും കഷ്ടപ്പാടും പ്രയാസം പലപ്പോഴും മീൻ കിട്ടാറില്ല, എന്നാൽ അപ്പുറത്തെ ആൾക്കാർക്ക് നല്ലോണം കിട്ടുന്നുണ്ട്. മനസ്സിലായോ? ഒരിക്കലും അത്തരം ദുനിയാവിന്റെ കാര്യങ്ങളെ തുലനം ചെയ്ത് നിങ്ങൾ ഈമാനിനെ അളക്കരുത്, ഈമാനിനെ നിങ്ങൾ കണക്കാക്കരുത് എന്നാണ് പറയുന്നത്. വളരെ ഗൗരവത്തിൽ പഠിക്കേണ്ട വിഷയമാണ്. എന്താ മനസ്സിലാക്കി ചെയ്തത്? അതാണ് ഇവർക്ക് തൗഹീദ് ഉണ്ട്, അല്ലാഹുവിനെ അറിയാം. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൈകളിലാൽ അല്ലാഹു തആല ഉൾപ്പെടുത്തിയ ജബ്ബാർ ദൃഷ്ടാന്തങ്ങൾ കണ്ടുകൊണ്ട് കണ്ട് മുഅ്മിനീങ്ങളായ ആൾക്കാരാണ്. മൂസാ നബിയുടെ കൂടെ കൂടിയ ആൾക്കാരാണ്. ഇവരാണ് ഒരു ചെറിയ പശുക്കൂട്ടിനെ ഉണ്ടാക്കിയിട്ട് അവിടെ അങ്ങനെ ചില ആൾക്കാരെല്ലാം കൂടി പട്ടം കൂടി ഏർപ്പാട് കണ്ടപ്പോൾ അവരുടെ മനസ്സ് അതിലേക്ക് പോയി. മനസ്സിലായോ പറഞ്ഞത്? ഇവിടെയാണ് ദുനിയാവിന്റെ കാര്യം കണ്ടിട്ട് അവിടെ പോണവർക്കും ഇവിടെ പോണവർക്കും നല്ലോണം ഉണ്ടല്ലോ, അവരൊക്കെ നല്ലോണം കിട്ടുണ്ടല്ലോ, നമുക്കിതൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോ മനസ്സിലാക്കിക്കോ, നിങ്ങൾ ദുനിയാവിനെ നോക്കിയിട്ട് ഒരിക്കലും ഈമാനിനെ കണക്കാക്കണ്ട. ഇത് മുഴുവൻ എന്താണ്? മത്താവ് തുച്ഛമാണ്. മനസ്സിലായോ പറഞ്ഞത്? ഇതൊക്കെ വിട്ടേച്ച് പോണം. ഈ ഇവിടുന്ന് കിട്ടുന്ന ദുനിയാവിന്റെ നേട്ടങ്ങളെ നോക്കിയിട്ട് ഈമാനും കുഫറും അളക്കരുത്, അത് പഠിക്കരുത്. വ്യക്തമായി പ്രമാണങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ജീവിക്കാൻ. അതല്ലാതെ ദുനിയാവ് നോക്കിയിട്ട് ഈമാനെ അളക്കരുത്. ആ അളന്നതാണ് ആർക്ക് പറ്റിയ കേട്? ഇസ്രായേലിക്ക് പറ്റിയ കേട്. ആ കേട് നമുക്ക് പറ്റരുതെന്നുള്ള പറഞ്ഞാണ്. ഇതൊരു ചെറിയ വിഷയമല്ല. പിന്നെ എന്താ വേണ്ടത്? ബാക്കി അടുത്ത ആയി നോക്കി. لكن الذين اتقوا ربهم لهم جنات تجري من تحتها الأنهار خالدين فيها نزلا من عند الله وما عند الله خير للأبرار. അതാണ് ഈമാൻ, അതാണ് പ്രതീക്ഷിക്കുന്നത്. മുഅ്മിനീൻ അതാ വേണ്ടത്. ലാക്കിൻ എന്നാൽ മനസ്സിലാക്കിക്കോ, الذين اتقوا ربهم നിങ്ങൾ റബ്ബിനെ സൂക്ഷിച്ച് ജീവിച്ച മുത്തഖീങ്ങളായ ആളുകൾ കണ്ടോ, അവർക്ക് ജന്നാത്തുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, നദികൾ അടിഭാഗത്ത് കൂടി ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗമുണ്ട്, അതിൽ അവർ നിത്യവാസികളാണ്. നുസ്ലൻ മിൻ ഇൻദില്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള സൽക്കാരമാണത്. അല്ലാഹുവിന്റെ അതിഥികളായിരിക്കും അവര്, അല്ലാഹുവിന്റെ സൽക്കാരം കിട്ടിയവരായിരിക്കും അവര്. അള്ളാഹുവിന്റെ അടുക്കലുള്ളതാകുന്നു പുണ്യവാന്മാർക്ക് ഏറ്റവും ഉത്തമം. അള്ളാഹുവിന്റെ അടുക്കൽ കിട്ടേണ്ടതാണ് അബ്റാറുകൾക്ക്, മുഅ്മിനീങ്ങളായ ആളുകൾക്ക്, പുണ്യവാന്മാരായ ആളുകൾക്ക് ഏറ്റവും ഖൈർ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് കിട്ടാനുള്ളതാണ്, കിട്ടിയതല്ല. എന്താണ്? ദുനിയാവിൽ
കിട്ടിയതല്ല, മറിച്ച് എന്താണ് കിട്ടാനുള്ളതാണ്. അവിടെ അല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താ? ഇവിടെ നോക്കിയാൽ ലാക്കിയിലെ ഉറപ്പവും ഞാൻ അതിനെ ഒന്ന് കാണിച്ചു തരാം, വേറെ പ്രായത്തിൽ കാണിച്ചു തരാം. ലാക്കിയിലെ ഉറപ്പവും എന്താണ്? നമ്മൾ ഈമാൻ എങ്ങനെ ഇരിക്കണം? ഈ ദുനിയാവിൽ കിട്ടുന്ന കാര്യത്തെ കൊണ്ടാണോ നമ്മൾ ഈമാനെ വളർത്തേണ്ടത്? അതുകൊണ്ടാണോ ഈമാനെ വളർത്തേണ്ടത്? അല്ല, മറിച്ച് ഈ ദുനിയാവിലുള്ളത് മുഴുവനും നമുക്ക് ഉപേക്ഷിച്ച് പോകാനുള്ളതാണ്. അല്ലേ? ഉപേക്ഷിച്ച് പോകാനുള്ളത്. നമ്മളൊക്കെ മനസ്സിൽ ഉള്ള ഒരു ഏറ്റവും വലിയൊരു ആഗ്രഹം എന്താണ്? നമ്മളൊക്കെ മനസ്സിലുണ്ട് നമുക്ക് ഇവിടെ ഉള്ളതൊന്നും നഷ്ടപ്പെടാത്ത, കിട്ടിയതൊന്നും നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു ചിന്ത നമ്മളൊക്കെ മനസ്സിലുണ്ട്. ഒന്നും നഷ്ടപ്പെടരുത്, അല്ലെ? നമ്മുടെ ആരോഗ്യം നശിക്കരുത്, നമുക്ക് പ്രായമാകരുത്, നമുക്ക് വയസ്സാകരുത്, ഉള്ളതൊന്നും നഷ്ടപ്പെടരുത്, നമ്മൾ മരിക്കരുത്, മരിക്കാത്ത കാലാകാലം ഇവിടെ ജീവിക്കണം എന്ന് എല്ലാ മനുഷ്യരുടെ മനസ്സിലുണ്ട്. മരിക്കാനൊന്നും ആർക്കും കൂടിയില്ല. എനിക്ക് കൂടിയാൽ ആരും പറഞ്ഞ കാര്യമില്ല, അതൊക്കെ കാപ്പിക്കാൻ മരിക്കാൻ ഒരാൾക്കും കൂടിയില്ല. അള്ളാഹ് ഖുർആൻ ചോദിക്കുന്നുണ്ട്, അള്ളാഹ് ഖുർആൻ ചോദിക്കട്ടെ, ജൂതന്മാരോട് ചോദിക്കട്ടെ, ബനീസ്രായേലിൽ ചോദിക്കേണ്ട ഈ ചോദ്യം. നിങ്ങൾക്ക് നിങ്ങൾ ഒരാൾ 1000 കൊല്ലം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അള്ളാഹ് ഖുർആൻ പറയുന്നുണ്ട്. എന്നിട്ട് അള്ളാഹ് പറയാണ്, നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സത്യസന്ധന്മാരാണ്, നിങ്ങൾ പറഞ്ഞ സത്യമാണ്, നിങ്ങൾ മരണത്തൊക്കെ കുടിക്കുന്നൊക്കെ പറഞ്ഞത് കാണാം ഖുർആനിൽ. സഹോദരങ്ങളെ, എങ്കിൽ നമുക്ക് അല്ലാഹു തആല ഇനി നൽകാനുള്ള ജീവിതം ശരിക്കും ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഈ നൽകാനുള്ള ജീവിതം, ആ ജീവിതം നമുക്ക് വയസ്സാകാത്ത ജീവിതമാണ്. നമ്മുടെ തൊലികൾക്ക് ചുളിവ് വരാത്ത ജീവിതമാണ്. നമ്മുടെ ശരീരത്തിലെ രോമങ്ങൾക്ക് നിരവരാത്ത ജീവിതമാണ്. ഉള്ളതൊന്നും നഷ്ടപ്പെടാത്ത ജീവിതമാണ്. നമുക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഈ ലോകത്തുണ്ട്, ആഗ്രഹങ്ങൾ ഈ ലോകത്തുണ്ട്. പക്ഷെ അതൊന്നും ഈ ലോകത്ത് നടക്കണമെന്നില്ല. നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നടക്കുന്ന ഒരു ലോകം നമുക്ക് തരാനുള്ള പറഞ്ഞിട്ടുണ്ടാകും. നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടപ്പെടില്ല, കിട്ടിയതൊന്നും നഷ്ടപ്പെടില്ല, ഒരു കുറവും സംഭവിക്കൂല എന്ന് പറഞ്ഞ ഒരു ജീവിതം വരാനുണ്ട്. കിട്ടിയതൊന്നും നഷ്ടപ്പെടാത്ത, എന്നും കലാകാലം ജീവിക്കുന്ന ഒരു ലോകത്തെ കുറിച്ച് പേടിക്കാതെ എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ അത് മുഴുവനും നടത്തി തരുന്ന ഒരു ജീവിതം നമുക്ക് വരാനുണ്ട്. പടച്ചോൻ തരും. സഹോദരങ്ങളെ, അതാണ് യഥാർത്ഥ ജീവിതം. ആർക്ക് കീഴായ അവിടേക്കാണ് നമ്മൾ എത്തേണ്ടത്. അതിന് ഈ ദുനിയാവിലെ മീറാത്തല്ല വേണ്ടത്. ഏത് മീറാത്താണ് വേണ്ടത്? നമുക്ക് സ്വർഗഭൂമി എന്ന മീറാത്തുണ്ട്. നമ്മുടെ എല്ലാവരുടെയും വാപ്പ ഒരേ ഒരാളാണ്. അവിടെ നിന്നിട്ട് വന്നതാണ് നമ്മുടെ ഗോത്രങ്ങളും കുടുംബങ്ങളും നാടുകളായി മാറിയത്. നമ്മളെ വാപ്പാന്റെ തറവാട് സ്വർഗാണ്. വാപ്പാന്റെ തറവാട് സ്വർഗാണ്. ആ സ്വർഗത്തിലാണ് നമുക്ക് അനന്തരം കിട്ടേണ്ടത്. ഇവിടെ അല്ല അനന്തരം കിട്ടേണ്ടത്. ഇതൊന്നും അനന്തരല്ല. വാപ്പാന്റെ നമുക്ക് കിട്ടിക്കണത് നമ്മളെ മക്കൾക്ക് കിട്ടും. അതിനുശേഷം എന്റെ തലമുറ പോകും. അങ്ങനെ ഈ ഭൂമി ഇതാ ഈ ഭൂമിയിലുള്ളതെല്ലാം തന്നെ തകിടം മറിഞ്ഞ് ഇറക്കി മറിച്ച് പടച്ചോൻ കരയിലേക്ക് ഒഴുക്കി പൊട്ടി ഒഴുക്കി ഉള്ളതെല്ലാം അതെല്ലാം ആളി കത്തിച്ച് ഈ ഭൂമി ചാവലാക്കി മാറ്റി പടച്ചോൻ ഖുർആനിൽ പറയുന്നത്. അങ്ങനെ ഈ ഭൂമിയിലതെല്ലാം നശിപ്പിക്കപ്പെടുന്നത് വരെ അതിനൊരു സമയമുണ്ട്, ഒരു സാഹചര്യമുണ്ട്, നിശ്ചയിച്ച ഒരു സമയമുണ്ട്. ആ സമയം വരെ മനുഷ്യന്മാരിങ്ങനെ കൈമാറ്റം ചെയ്തു വരാം. കൈമാറ്റം ചെയ്യുന്ന മുതലേ വരെ ഉള്ളൂ. ഈ ഭൂമിയിൽ ഒരാൾക്കും അനന്തരമില്ല, അനന്തരമായി ഒരാൾക്കൊന്നുമില്ല. കൈമാറ്റം ചെയ്ത് മാത്രമേ ദുനിയാവിലുള്ളൂ. കൈമാറ്റം ചെയ്ത് വരാം. അത് ലോകത്തിന്റെ അവസാനം വരെ. മറിച്ച് നീറാത്തേന്ന് അറിയുന്നത് ജന്നത്തിനായി. അവിടെയാണ് എനിക്ക് മീറാത്ത് എന്ന അനന്തര സ്വത്താണ്. എനിക്ക് ജന്നാത്തു നഈമിനെ അനന്തരമാക്കി മാറ്റി പടച്ചോനെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അതാണ് നമുക്ക് കിട്ടാനുള്ളത്. അവിടേക്കാണ് നമ്മൾ അവിടേക്കാണ് ഈമാനെ സമ്പാദിക്കേണ്ടത്. അല്ലാതെ ദുനിയാവിനെ ഒരുപാട് കാര്യങ്ങൾ വിട്ടേച്ച് പലതും ഉപേക്ഷിച്ച് നമ്മൾ ഇവിടെ പോവുകയാണ്. പല സ്വപ്നങ്ങളും മുറിഞ്ഞു കൊടുത്ത് പോവുകയാണ്. അവസാനം അള്ളാഹു പറയാണ്, നമ്മൾ ആഗ്രഹം പോലെ നമുക്ക് ഒരു വീട് സ്വർഗത്തിൽ, മുകൾക്ക് തട്ടുകളായി മുകൾക്ക് മേൽ നിർമ്മിക്കപ്പെട്ട പറയുന്നത്. എന്നിട്ട് ആ ഒരു വീടും ആ ഒരു സ്വർഗവും അവിടെ നീറാത്ത ഒരു അനന്തര ഭൂമി നമുക്ക് പടച്ചോൻ തരും. അവിടെ ചെല്ലുമ്പോഴാണ് നമ്മൾ പറയാം, പടച്ചോനെ ഇത് അത്രമാത്രം
ഈ അമലുകൾ ചെയ്ത മനുഷ്യർക്കുള്ള പ്രതിഫലം എത്രമാത്രം നല്ലതാണ്. രാത്രിയിലും ഈ റബ്ബിനെ സൃഷ്ടിച്ച ആൾക്കാർ നിങ്ങളൊന്ന് മനസ്സൊന്ന് കണ്ടു നോക്കിയാൽ എണ്ണം, ആ രംഗം മനസ്സിലൊന്ന് കണ്ടു നോക്കൂ. നിങ്ങൾ ഒരിക്കലും ഒരു മനുഷ്യന് സൂറത്ത് സൂറത്ത് നോക്കി, സൂറത്ത് സൂറ 39 അധ്യായം നോക്കി, 39 അധ്യായത്തിന്റെ അവസാന ഭാഗം നോക്കി. സൂറത്ത് സുബൈന്റെ അവസാന ഭാഗം നോക്കി, അവസാന ഭാഗം. കണ്ടോ, ഈ സൂറത്തിൽ അല്ലാഹു തആല ഞാൻ നേരത്തെ വായിച്ച ആയത്തിൽ പറഞ്ഞില്ലേ, അത് നോക്കി 73-ാമത്തെ ആയത്തിൽ وسيق الذين اتقوا ربهم الى الجنه زمرا. ഞാൻ ഈ ആയത്തിന്റെ അർത്ഥം പറയും, നിങ്ങൾ കയ്യൊന്ന് വെച്ച് ശരിക്കും ശ്രദ്ധിക്കും. ഇത് ഒരു പക്ഷേ നമുക്ക് ഈ ആയത്ത് ഒരല്പം ഹൃദയത്തിൽ തട്ടിയല്ലാതെ അതിയായ ആനന്ദത്തിന്റെ കണ്ണീരോട് കൂടി അല്ലാതെ കേട്ട് മുഴുവനാക്കാൻ കഴിയാത്ത ആയത്താണ്. ഞാൻ ഈ ആയത്തിന്റെ അർത്ഥം നിങ്ങൾക്ക് പറഞ്ഞുതരാം, ശരിക്കും ശ്രദ്ധിച്ചു തീർക്കണം. ആയത്തിന്റെ അർത്ഥം ശ്രദ്ധിച്ചിരിക്കണം. വസീഖ الذين اتقوا ربهم, തങ്ങളുടെ നാഥന റബ്ബിനെ സൂക്ഷിച്ച് ജീവിച്ച മുത്തഖീങ്ങൾ ആനയിക്കപ്പെടും. മുത്തഖീങ്ങൾ ആനയിക്കപ്പെടും. അവരെ മലക്കളിൽ നിന്ന് തെളിച്ചു കൊണ്ടുപോകും, ആനയിക്കപ്പെടും. എവിടേക്ക്? ഇലൽ ജന്നത്തി. നമ്മൾ ചോദിക്കണം, നമ്മുടെ ഊണിലും ഉറക്കിലും നമ്മുടെ നിസ്കാരത്തിലും നമ്മുടെ പ്രാർത്ഥനകളിലും എല്ലാം നമ്മൾ ചോദിക്കുന്ന സ്വർഗ്ഗമുണ്ടല്ലോ. നമ്മുടെ മനസ്സിന്റെ ആഗ്രഹം ഈ ദുനിയാവിൽ അല്ലാഹു പറഞ്ഞതെന്താണ്? ഇത് വളരെ നൈമിഷികമാണെന്ന് പറഞ്ഞില്ലേ, മത്താവും കലീൽ എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് ദുനിയാവ് വഞ്ചിക്കപ്പെടേ എന്ന് പറഞ്ഞില്ലേ. ഇത് സഹോദരങ്ങളെ ഒരു വേള നമ്മൾ മനസ്സിൽ നന്നായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാഹു തആല ഇങ്ങനെ ഇവരെ സ്വർഗത്തിലേക്ക് ഇങ്ങനെ തിരിച്ചു കൊണ്ടുപോകാം. ഇവിടെ നിന്നെല്ലാം വിട്ടേച്ച് നമ്മൾ പോകുമ്പോ മരിക്കാൻ കിടക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച്, ആ മരണാസനായി കിടക്കുന്ന ഒരു മനുഷ്യനെ ഒരുപാട് വേദനകളുണ്ട്, ഒരുപാട് പ്രയാസങ്ങളുണ്ട്. കാരണം പ്രിയപ്പെട്ട പലതും വിട്ടേച്ച് പോവാണ്. ഇനി മക്കളെ കാണൂല, ഇനി സ്വത്തിലേക്ക് മുതലിലേക്കില്ല, സ്ഥാപനത്തിലേക്കില്ല, ഇനി വീട്ടിലേക്ക് പടുത്തുയർത്തിയ ഈ ആഗ്രഹത്തിൽ ഏറ്റവും വലിയ സ്വപ്നമായിരുന്ന ഭവനത്തിലേക്ക് ഇനി തിരിച്ചില്ല, റൂമിലേക്ക് ഉറക്കല്ല, പോവുകയാണ്, തിരിച്ചു പോവുകയാണ്. ഈ സമയത്ത് ഒരു ഈമാനുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന പ്രതീക്ഷ എന്ന് പറയുന്നത്, ഇവിടെ ഈ ദുനിയാവിലെ ഈ വിഭവങ്ങളെക്കാളൊക്കെ ഏറ്റവും മുന്തിയത് ഞാൻ അവിടേക്കാ പോണത്, അതാണ് ഞാൻ കാത്തിരിക്കുന്നത്. അവര് വേദന ഉണ്ടാവില്ല, അവരത് കിട്ടാൻ ആഗ്രഹിക്കുള്ളൂ. മുസ്ലിം പറഞ്ഞു, ഈമാനുള്ള മനുഷ്യൻ മരിച്ച വേഗങ്ങൾ അദ്ദേഹത്തിനെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് കവറക്കണം, അദ്ദേഹത്തിന് വേഗം സ്വർഗീയ സുഖങ്ങൾ ആസ്വദിച്ച് തുടങ്ങട്ടെ. ഇവിടെ വിട്ടേച്ച് പോകുന്നത് സങ്കടം ആർക്കാന്നറിയോ? വിശ്വാസമില്ലാത്ത ആൾക്കാർക്കായിരിക്കും. അവരെ വിശ്വാസം നോക്കി നിങ്ങൾ ഈമാൻ ഉണ്ടാക്കരുതെന്ന് പറഞ്ഞതുകൊണ്ടാണ്. ഈ വിശ്വാസമില്ലാത്ത ആൾക്കാർക്കാണ് ഇതിവിടെ വിട്ടേച്ച് പോകുന്നത് സങ്കടം ഉണ്ടാകുക. ശരി, നമുക്ക് നമ്മുടെ ആഗ്രഹമായ, നമുക്ക് ആഗ്രഹിക്കുന്നതെല്ലാം കിട്ടുന്ന, ഒരു പ്രയാസവും ഇല്ലാത്ത സമാധാനത്തോടു കൂടി നമുക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ട്. അതിനാഗ്രഹത്തിന് നമുക്ക് അല്ലാഹു തആല നമുക്ക് നൽകുന്ന പ്രതിഫലമായി സ്വർഗത്തിലേക്ക് നമ്മളെ തെളിച്ചു കൊണ്ടുപോയി. നോക്കു ബാക്കി സുമറ, വൈപ്രസിന്റെ കൈവക്കണം. സുമറ, കൊച്ചു കൊച്ചു സംഘങ്ങളായി, ചെറിയ സംഘങ്ങളായി ഈ കൂട്ടത്തെ അല്ലാഹു തആല എവിടെ കൊണ്ടുവരാണ്? സ്വർഗത്തിലേക്ക്. കാരണം എന്താ? സ്വർഗത്തിന് എത്ര കവാടം? 8 കവാടം. എല്ലാവർക്കും ഒരേ കവാടല്ല. ആകാശഭൂമിയേക്കാൾ വിശാലമാണ് സ്വർഗം. ഖുർആൻ എന്ന് പറഞ്ഞിട്ട് എത്രയോ തവണ കേട്ടതാ, പഠിച്ചതാ. ആകാശഭൂമിയേക്കാൾ വിശാലമായ സ്വർഗത്തിലെ 8 കവാടങ്ങളിലേക്ക് അല്ലാഹു തആല 8 വിഭാഗം ആൾക്കാരെ കൊണ്ടുവരിക. നമുക്ക് ഇഷ്ടമുള്ള കവാടങ്ങൾ കടക്കാൻ പറ്റില്ല. സ്വർഗത്തിലേക്ക് നിശ്ചയിക്കപ്പെട്ട ആളുകൾക്ക് തന്നെ അവരുടെ ദറജയ്ക്കനുസരിച്ച് കവാടം നിർണയിച്ചിട്ടുണ്ട്. എന്നാൽ ഏത് കവാടത്തിലൂടെയും ഇഷ്ടമുള്ള കവാടത്തിലൂടെ തിരഞ്ഞെടുക്കാൻ അനുവാദം നൽകപ്പെടുന്ന വിഭാഗമുണ്ട്. ആരാന്നറിയോ?
അള്ളാഹുവിന്റെ സ്വർഗം നിശ്ചയിക്കപ്പെട്ട ആളുകൾക്ക് അവർക്ക് അള്ളാഹു നിശ്ചയിച്ച കവാടത്തിലൂടെ കടക്കാൻ പറ്റുള്ളൂ. ദർജക്കനുസരിച്ച്, സ്ഥാനത്തിനനുസരിച്ച് അള്ളാഹു ഒരുക്കി വെച്ച വീടാണ് അതിനനുസരിച്ച കവാടം. എങ്കിൽ ഇഷ്ടമുള്ള കവാടത്തിലൂടെ കടന്ന് ഇഷ്ടമുള്ളത് സ്വന്തമാക്കാം. ആരാണറിയവരെ? ആരാണ്? നമ്മുടെ സഹോദരിമാരാണ്. നമ്മുടെ സഹോദരിമാർ സ്ത്രീകൾക്കാണ്. റസൂൽ പറയാ, ചില സഹോദരിമാർക്ക് അള്ളാഹു തആല പറയും, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തോന്നുക, ഇഷ്ടമുള്ള കവാടത്തിലൂടെ കടന്നു എന്ന് പറയും. ആരാണ് പറഞ്ഞറിയോ? സല്ലത്ത് ഖംസഹ വഅതാഅത് സൗജഹ വഹഫിലത് ഫർജഹ. റസൂൽ പറയാ, ഈ മൂന്ന് ഗുണമുള്ള പെണ്ണാണ്. ഒന്ന് സല്ലത്ത് ഖംസഹ, 5 നേരം കൃത്യമായി നിസ്കരിക്കുന്ന പെണ്ണ്. അതിന്റെ അവ്വൽ വക്തിൽ 5 നേരം കൃത്യമായി നിസ്കരിക്കുന്ന പെണ്ണ്. വഅതാഅത് സൗജഹ, തന്റെ ഭർത്താവിനെ കൃത്യമായി അനുസരിക്കുന്ന പെണ്ണ്. ഭർത്താവിനോട് ഒരിക്കലും ഒരു വാക്കുകൊണ്ട് പോലും അനുസരണക്കേട് കാണിക്കാത്ത പെണ്ണ്. തന്റെ ഒരു ചിത്രം, ഒരു ഫോട്ടോ നോക്കി പോലും, തന്റെ ഒരു മുടിനാരി കണ്ടുപോലും ഒരു അന്യ പുരുഷൻ അവളെ ആസ്വദിച്ചിട്ടില്ല. അത്രമാത്രം അവളുടെ സ്വകാര്യതയെ സൂക്ഷിച്ചൊരു പെണ്ണ്. അങ്ങനെയുള്ള പെണ്ണിനോട് പറയും, ആ പെണ്ണാണ് സ്വർഗത്തിൽ ഏത് കവാടത്തിലൂടെയും ഇഷ്ടമുള്ള കവാടത്തിലൂടെ കടന്നു പെണ്ണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയപ്പെടുന്ന പെണ്ണാളാണ്. അല്ലാത്തവരൊക്കെ ഏതാണ്? അവർക്ക് നിശ്ചയിക്കപ്പെട്ട വാതിലിലൂടെ എത്തുക. ഇനി ആയത്തിലേക്ക് വരും. നാളെ വരാൻ പോകുന്ന സത്യസന്ധമായ, ഒരിക്കലും തന്നെ നമുക്ക് സംശയത്തിനിടയില്ലാത്ത വിധം നമ്മുടെ ശരീരത്തെ, ഈ ചൂടുള്ള ശരീരത്തെ നമ്മുടെ കൈകൊണ്ട് തൊട്ടിട്ട് നമ്മൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നത് എത്രമാത്രം സത്യമാണോ അതിലും അപ്പുറമുള്ള സത്യമാണ് ഈ പറയുന്നത്. ഇതിലും അപ്പുറമുള്ള സത്യമാണത്. അള്ളാഹു അങ്ങനെ മുത്തഖീകളായ, ആരാ മുത്തഖീകൾ എന്നറിയാം? ഖുർആൻ പഠിക്കുന്ന ആൾക്കാരാണ്. വല്ലദീ ജാഅ ബിസ്സിദ്ഖി വസദ്ദഖ ബിഹി ഉലൈക ഹുമുൽ മുത്തഖൂൻ. ഖുർആൻ പഠിക്കുന്നവരാണ് മുത്തഖീകൾ. അവരെ സ്വർഗത്തിന്റെ കവാടത്തിലേക്ക്, ഓരോ കവാടങ്ങളിലേക്ക് ആനയിക്കപ്പെടാണ്. നോക്കൂ ബാക്കി, അങ്ങനെ അവർ അതിന്റെ അടുക്കലെത്തി. അതിന്റെ വാതിലുകൾ തുറക്കപ്പെട്ടു. തുറക്കപ്പെട്ടിട്ടുണ്ട്. സഹോദരങ്ങളെ, ആ ഒരു കൊച്ചു സംഘത്തിൽ, ഏതെങ്കിലും ഒരു സംഘത്തിൽ ഒരാളായി നമ്മൾ മാറണം. അതിനുവേണ്ടി നമ്മൾ ആഗ്രഹിക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ അങ്ങനെ ആ കൊച്ചു സംഘത്തിൽ ഉണ്ടെന്ന് കരുതുക സഹോദരങ്ങളെ. നമ്മൾ ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. അങ്ങനെ നമ്മൾ സ്വർഗത്തിന്റെ കവാടത്തിന്റെ മുന്നിലെത്തി. നമ്മൾ പ്രാർത്ഥിക്കുന്നതും എല്ലാം ഇതിനു വേണ്ടിയാണ്. ആ സ്വർഗത്തിന്റെ കവാടത്തിലെത്തി നമുക്കുള്ളതൊന്നും നഷ്ടപ്പെടാത്ത, നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം കിട്ടുന്ന ആ ലോകം, അതാണ് നമുക്ക് അത് ഒരുക്കി വെച്ചത്. നമ്മളെന്താ വിചാരിച്ചത്? ഇതാണ് ജീവിതം. മനുഷ്യരുടെ ജീവിതം ഇതാണ്. അല്ല, മനുഷ്യൻ ഈ ലോകത്തിന് വേണ്ടി പഠിച്ചവനല്ല. ഈ ലോകത്തേക്ക് മനുഷ്യനെ പഠിച്ചത് അള്ളാഹ് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഇബാദത്ത് മാത്രം ചെയ്ത് ജീവിക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് നമ്മൾ എല്ലാ പ്രവൃത്തി ഇബാദത്താക്കി നോക്കിയത്. ഭക്ഷണം ഒക്കെ ഇബാദത്താവും, യാത്ര ചെയ്ത് ഇബാദത്താകും, നിസ്കരിക്കൽ ഇബാദത്താകും, എല്ലാ കാര്യങ്ങളും ഇബാദത്തായി, എല്ലാ നന്മയെയും ഇബാദത്താക്കി മാറ്റി. ആ നന്മ ചെയ്യാനാണ് പഠിച്ചത്. അവർക്കുള്ളതാണ് ഈ സ്വർഗം. അങ്ങനെ അതിന്റെ കവാടത്തിൽ അവരെത്തി. നോക്കൂ നിങ്ങൾ, വഖാലലഹും, കൈവക്കണം വായിക്കുന്നിടത്ത്, വഖാലലഹും. ഈ ആയത്തിൽ നമ്മൾ കേൾക്കുമ്പോൾ ഈ അർത്ഥങ്ങൾ മനസ്സിൽ വരണം. ഞാൻ ഈ ആയത്ത് കേൾപ്പിക്കുമ്പോൾ നിങ്ങൾ ഈ അർത്ഥം, നിങ്ങളതിന്റെ അർത്ഥം നിങ്ങളെ മനസ്സിൽ വരണം. അതിനാണ് ഞാൻ ഈ കാര്യം ശ്രദ്ധിക്കുന്നത്. ശ്രദ്ധിക്കണം. അങ്ങനെ അവർ ആ സ്വർഗത്തിന്റെ അടുക്കൽ എത്തി. അവരെങ്ങനെ കൊണ്ടുവരിക? അതിന്റെ വാതിലുകൾ തുറക്കപ്പെട്ടിരിക്കുന്നു. അതിന്റെ കാവൽക്കാരായ മലക്കുകൾ പറയും, വാതിൽ ആരുടെ കാവൽക്കാർ? സ്വർഗത്തിന്റെ വാതിലുകളിൽ ആരുടെ? അതിന്റെ കാവൽക്കാരായ മലക്കുകളുണ്ട്. എല്ലാവർക്കും കടക്കാൻ പറ്റൂല. അവിടേക്ക് ഈ മലക്കുകളെ നമുക്ക് തോന്നിയ പോലെ കിടക്കാൻ പറ്റൂല. അനുവാദം കിട്ടി എന്നിട്ട് വേണം അവർക്ക് കിടക്കാൻ. അതാ അവർ പറയും, മലക്കുകൾ പറയും, അതിന്റെ കാവൽക്കാരായ മലക്കുകൾ പറയും, സലാമുൻ അലൈക്കും. സഹോദരങ്ങളെ, ഇത് കേൾക്കാൻ നമുക്ക് ഭാഗ്യം ഉണ്ടാകണം. സലാമുൻ അലൈക്കും, ഇതാ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ട്, സമാധാനമുണ്ട്, സലാമുൻ അലൈക്കും എന്ന് ആ മലക്കുകൾ അവരോട് പറയും. എന്നിട്ട് പറയും, വളരെ ഉഷാറായി നിങ്ങൾ ജീവിച്ചിട്ടുണ്ട്, നന്നായി ജീവിച്ചിട്ടുണ്ട്,
നിങ്ങൾ ഉഷാറാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് ഇവിടുന്ന് പോകേണ്ടി വരില്ല, ഇത് നഷ്ടപ്പെടില്ല, ഇവിടെ നിന്ന് മരണം നിൽക്കില്ല, ഇവിടെ നിങ്ങൾക്ക് വാർദ്ധക്യമില്ല, എന്നും യുവത്വമാണ്. ഒരു രോഗവും നിങ്ങളെ ബാധിക്കൂല. സമാധാനം മാത്രമേ നിങ്ങൾ കേൾക്കേണ്ടി വരുള്ളൂ. നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു ദുഃഖവാർത്തയും നിങ്ങൾക്ക് വരില്ല. നിങ്ങളോട് സലാം എന്ന് മാത്രമേ പറയുള്ളൂ. അവിടെ നിങ്ങൾ കേൾക്കുന്നത് മുഴുവനും സലാമായിരിക്കും, സമാധാനമായിരിക്കും. സമാധാനം തീരെ സലാമൻ സലാമ, സമാധാനം സമാധാനം, അത് മാത്രമേ ഉണ്ടാവുള്ളൂ. ദുനിയാവിൽ സമാധാനം നഷ്ടപ്പെട്ട എത്രയോ രാത്രികൾ നമ്മളുണ്ട്, കരഞ്ഞു തീർത്ത രാത്രികളുണ്ട്, നൊമ്പരപ്പെട്ട രാത്രികളുണ്ട്. ഒരുപാട് രാത്രികൾ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇനി സങ്കടങ്ങളില്ലാത്ത, കണ്ണുനീരില്ലാത്തൊരു ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. എത്രയോ വീടുകളിൽ കണ്ണുനീരാണ് സഹോദരങ്ങളെ. എത്രയോ ആളുകൾക്ക് രോഗങ്ങളാണ്, രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുകയാണ്. വീട്ടിലുള്ളവർക്കൊക്കെ രോഗം. ഒരു വാപ്പാക്ക് അള്ള കൊടുത്ത 4 മക്കളിൽ 3 മക്കൾക്കും മാനസിക രോഗം, ഉമ്മാക്ക് മാനസിക രോഗം. ഇങ്ങനെ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്, പ്രയാസപ്പെടുന്നവരുണ്ട്, ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നവരുണ്ട്, ജീവിതം മുഴുവൻ കണ്ണുനീര് മാത്രമായവരുണ്ട്. സഹോദരങ്ങളെ, അല്ലാഹു പറയുന്ന കണ്ണുനീരില്ലാത്തൊരു ജീവിതം, സങ്കടപ്പെടാത്ത ജീവിതം, ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. എന്താ അല്ലാഹു പറഞ്ഞത്? ആദ്യം കുടുംബം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കുടുംബം പറഞ്ഞില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ വാപ്പാന്റെ തറവാട്ടിലേക്ക് വരാം. ഈ ഹുദ നിങ്ങൾക്ക് വരും. ഇതാണ് ഹുദ, ഇതാണ് ഹുദ. ഈ ഹുദ വന്നാൽ എന്റെ ഈ ഹുദയെ ആര് പഠിച്ച് മനസ്സിലാക്കി ഫോളോ ചെയ്യുന്നുവോ, പിൻപറ്റുന്നുവോ, അവർക്ക് സങ്കടമില്ലാത്ത ദുഃഖമില്ലാത്ത ലോകത്തേക്ക് വരാമെന്നാണ്. കണ്ടോ, അലീഷ് നോക്ക് നിങ്ങൾ. അങ്ങനെ ആ സ്വർഗത്തിന്റെ മുകളിൽ സലാം എന്ന് പറഞ്ഞ് നിങ്ങൾ കടന്നുകൊള്ളൂ, ഈ ഇവിടുന്ന് മാറ്റില്ല, നിത്യവാസികളാണ് എന്ന് പറയും. ഈ സമയത്ത് സ്വർഗത്തിലേക്ക് കടക്കുന്ന നമ്മൾ പറയേണ്ടത് എന്താ? വാക്കി വാക്കി അവര് പറയും അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാകുന്നു സർവ്വസ്തുതിയും. അല്ലദീ സദഖനാ വഅദഹു, ഞങ്ങളോടുള്ള കരാറ് ഞങ്ങൾക്ക് സത്യമാക്കി തന്ന പടച്ചവനെ. സ്വർഗം തരാന്ന് പറഞ്ഞിട്ടാണ് പല തിന്മയും ഞങ്ങൾ വേണ്ടാന്ന് വെച്ചത്. സ്വർഗം ആഗ്രഹിച്ചിട്ടാണ് പല ഹറാമിന്റെ സമ്പത്തും ഞങ്ങൾ ഒഴിവാക്കിയത്. കൂട്ടുകാരും അയൽവാസികളും വേണ്ടപ്പെട്ടവരും എല്ലാവരും പല തിന്മകളും ചെയ്തിട്ട് അതിൽ നിന്നെല്ലാം മാറുന്നത്. അവസരം കിട്ടിയിട്ട്, പണം ഉണ്ടായിട്ട്, സന്ദർഭം ഉണ്ടായിട്ട് ഞങ്ങൾ പലതും ഉപേക്ഷിച്ചത്, വേണ്ടാന്ന് വെച്ചത്. പടച്ചോനെ നീ സ്വർഗം തരാമെന്ന് വാഗ്ദാനം ചെയ്തതുകൊണ്ടാണ്. ആ വാഗ്ദാനം ഞങ്ങളോട് സത്യപ്പെടുത്തിയ പടച്ചോനെ നിനക്കാണ് സർവസ്തുതിയും. ബാക്കി ഞങ്ങൾക്ക് ഈ സ്വർഗഭൂമി അനന്തരമാക്കി തന്നു. ഈ സ്വർഗഭൂമി ഞങ്ങളുടെ വാപ്പാന്റെ ഭൂമിയിൽ ഞങ്ങൾക്ക് ഒരു അനന്തരം തന്നു പടച്ചോനെ. ഞങ്ങൾ ഉദ്ദേശിക്കുന്ന നേരത്ത്, ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ, ഞങ്ങൾ ആഗ്രഹിച്ച പോലെ ഞങ്ങൾക്ക് ഇവിടെ സൗകര്യപ്പെടുത്തി തന്ന് ഒരു വീട് തന്നു പടച്ചോനെ. ആ പടച്ചവനെ നിനക്കാണ് സ്വർഗ്ഗത്തിൽ വലിയ. അപ്പോൾ അമലുകൾ ചെയ്യുന്ന ആളുകൾക്കുള്ള പ്രതിഫലം എത്ര നല്ല പ്രതിഫലമാണ്. അമലുകൾ ചെയ്തവർക്കുള്ള പ്രതിഫലം എത്ര നല്ല പ്രതിഫലമാണ്. സഹോദരങ്ങളെ, ഈ ആയത്തെ ഞാൻ നിങ്ങളൊന്ന് കേൾപ്പിക്കാം. നിങ്ങളത് കേട്ട് ഖുർആനിൽ കണ്ടിട്ട് നോക്കിയിട്ട് അതിനർത്ഥം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഈ ആയത്തിൽ ഒന്ന് കേൾക്കുക.
ആ സ്വർഗത്തിലേക്ക് കടക്കുമ്പോൾ അവർ കാണുന്നത് മലക്കുകൾ മിൻ ഹൗലിൽ അർശി, അല്ലാഹുവിന്റെ അർശിന് ചുറ്റും വലയം ചെയ്തിട്ട്, അങ്ങനെ വലയം ചെയ്ത് നിൽക്കുന്ന കോടാനുകോടി മലക്കുകളെ അവർക്ക് കാണാം. യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം വസുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നിങ്ങനെ പറയുന്നത്. സഹോദരൻ, ഇപ്പോഴും കോടാനുകോടി മലക്കുകളെ എണ്ണത്ര 70,000 മലക്കുകളാണ് ബൈത്തുൽ മഅമൂറിന് ആകാശലോകത്തെ കഅബയെ തവാഫ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ പിന്നീട് 70,000 മലക്കുകളുണ്ട്. പിന്നെ 70,000 മലക്കുകൾ. ഒരു തവണ തവാഫ് ചെയ്ത മലക്കുകൾ പിന്നീട് ഖിയാമത്ത് നാൾ വരെ രണ്ടാമത് തവാഫ് ചെയ്യുകയാണ്. അപ്പോൾ മലക്കുകളെ എണ്ണത്രയും. ഈ മലക്കുകൾ ആകാശ ലോകത്ത് അല്ലാഹു തസ്ബീഹും തഹ്മീദും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹ് പറയാണ്, ഈ വസ്തുത പറഞ്ഞ് അത് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഒരിക്കലും ക്ഷീണം സംഭവിക്കുന്നില്ല, അവർക്കൊരിക്കലും മടുപ്പ് സംഭവിക്കുന്നില്ല, അവരൊരിക്കലും അലസരായി മാറുന്നില്ല. ആരെപ്പറ്റി? മലക്കുകളെ പറ്റിയിട്ട്. മലക്കുകൾ അല്ലാഹുവിന്റെ അടുക്കൽ മുഖറബീങ്ങളായ മലായികത്തിൽ ഇതിങ്ങനെ ചൊല്ലിക്കൊണ്ട് ക്ഷീണം പോയപ്പോഴൊക്കെ നമുക്കാണ്. നമുക്കൊന്ന് ഒരേ ക്ലാസ്സിൽ വരുമ്പോഴേക്കും നമുക്ക് ക്ഷീണമായി, പിന്നെ അടുത്ത ക്ലാസ്സിൽ വരാൻ തോന്നില്ല. ഇങ്ങനെ പോവുകയാണ്. മലക്കുകളെ പറ്റി അല്ലാഹ് പറയും, ആ മലക്കുകൾ സ്വർഗത്തിൽ അല്ലാഹുവിന്റെ അർശിന് ചുറ്റും ഇങ്ങനെ വലയം ചെയ്തിട്ട് ഇവരിങ്ങനെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറഞ്ഞിട്ട് കാണാം. വഖുലിയ ബൈനഹും ബിൽ ഹഖ്, അവർക്കിടയിൽ സത്യസന്ധമായ നിലയ്ക്ക് കാര്യങ്ങൾ തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞു. വഖീല, പറയപ്പെടും, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയപ്പെടും. സർവലോക രക്ഷിതാവായ അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും എന്ന് പറയപ്പെടും. സദങ്ങളിൽ ഇന്ന് നേരെ ആയിട്ട് നോക്കി 22-ാമത്തെ ആയത്തുണ്ടെന്നറിയാം. അവിടെ നിങ്ങൾക്ക് ഒരു ബിഇസ കാണാം. ഒരു ബിഇസ ആ ആയത്തിൽ നിങ്ങൾക്ക് കാണാം. തൊട്ട് മുകളിലായിട്ട് 22 ഖീല ഉണ്ടോ? ഖീല പറയപ്പെടും, ഉദ്ഖുലൂ അബ്വാബ ജഹന്നമ ഖാലിദീന ഫീഹാ, നരകത്തിലേക്ക് ജഹന്നമിന്റെ കവാടത്തിലൂടെ കടന്നുകൊള്ളൂ എന്ന് പറയും. നിങ്ങൾ നിത്യവാസികളാണെങ്കിൽ അഹങ്കാരികൾക്കുള്ള പാർപ്പിടം എത്ര ചീത്തയാണ്. അപ്പോ അള്ള പറയുന്നത്, ദുനിയാവ് നോക്കി, ദുനിയാവിന്റെ കാര്യങ്ങൾ നോക്കിയിട്ട് ഒരിക്കലും എന്ത് ചെയ്യണ്ട. ദുനിയാവിലെ ആളുകളുടെ അവസ്ഥ കണ്ടിട്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളെ ഈമാനിനെ തുലനം ചെയ്യരുത്. ഒന്നിനെയും ദുനിയാവിനെ നോക്കിയിട്ട് നിങ്ങൾ താരതമ്യം ചെയ്യരുത്. മറിച്ച് നമ്മുടെ വിശ്വാസം, ആ വിശ്വാസം നമ്മൾ ആർജിച്ചെടുത്ത് അത് മനസ്സിലാക്കി അത് പഠിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നു. നമുക്ക് കിട്ടുന്ന പടച്ചോൻ തരുന്ന ബർക്കത്തുകളെല്ലാം, അനുഗ്രഹങ്ങളെല്ലാം 2 കൈയും നീട്ടി സന്തോഷത്തോടെ സ്വീകരിക്കുക. എന്നിട്ട് നമ്മളത് പറയുന്നവരായി മാറുക. അല്ലാഹുവിന്റെ നിഅമത്തിനെ പറ്റി നീ സംസാരിക്കേ. നമ്മളെത്ര സംസാരിക്കേ? ഇതിലൂടെ പറയാണ്, റബ്ബിന്റെ നിഅമത്തിനെ പറ്റി സംസാരിക്കേ. അല്ലെ, നമ്മൾ തുറന്നാൽ നമുക്ക് കഷ്ടപ്പാടെ പറയാനുള്ളൂ, പ്രയാസം പറയാനുള്ളൂ, ദാരിദ്ര്യം പറയാനുള്ളൂ, വെല്ലായ്മ പറയാനുള്ളൂ, ഇല്ലായ്മ പറയാനുള്ളൂ. അല്ലാഹു നമുക്ക് തന്ന നിഅമത്ത് നമ്മൾ പറയണം. അല്ലാഹുവിന്റെ നിഅമത്തിനെ കുറിച്ച് സംസാരിക്കണം. ആരെന്ത് ചോദിച്ചാലും അൽഹംദുലില്ലാഹ്. നിങ്ങൾ കണ്ടിട്ടില്ലേ അറബികളോട് എത്ര പ്രയാസമുള്ള കാര്യങ്ങൾ അവർ കണ്ടാൽ അൽഹംദുലില്ലാഹ് എന്നാണ് അവർ പറയുക. കാരണം എന്താ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. കാരണം ഈ ഹംദ് അവരേക്കാണ് എത്തുക. കാരണം ഇവിടെ നമുക്ക് എത്ര കഷ്ടപ്പാടുണ്ടെങ്കിലും, എത്ര പ്രയാസമുണ്ടെങ്കിലും, എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും, എത്ര വേദനകളുണ്ടെങ്കിലും ശരി, നമ്മളതൊക്കെ സഹിച്ച് ക്ഷമിച്ച് ജീവിക്കാൻ തയ്യാറായാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് എന്താണ്? ഇവിടെയുള്ളതെല്ലാം വളരെ നൈമിഷികമായ തുച്ഛമായതാണ്. എങ്കിൽ എന്നൊന്നും നിലനിൽക്കുന്ന നഷ്ടപ്പെടാത്ത സ്വർഗം നമുക്കുണ്ട്, അത് നമുക്ക് കിട്ടും എന്നതാണ് അല്ലാഹു തആല പറയുന്നത്. ഇവിടെയാണ് നമുക്ക് കുറച്ചൊക്കെ ഈഗോ, അതാണ് ഈഗോയാണ് പെട്ടെന്ന് വർക്കൗട്ട് ആവുക. നമുക്ക് ഏത് കാര്യത്തിലും അങ്ങനെയാണ്. ഞാനിങ്ങനെ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒക്കെ ഈ വിഷയം പറഞ്ഞു വരുന്നുണ്ട്. അതുപോലെ സഹോദരങ്ങളെ, നമ്മൾ അമലുകളെ വർദ്ധിപ്പിക്കുക, അമലുകൾ ധാരാളമായി ചെയ്യുക. ആ അമലുകളാണ് നമ്മുടെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ മനസ്സിലാക്കുക. കഴിഞ്ഞ ദിവസം ഒരു ക്യാൻസർ രോഗിയെ സന്ദർശിക്കാൻ ഞാൻ പോയി. എൻ്റെ ഒത്തുപേര് പറഞ്ഞ വിഷയമാണ്. ക്യാൻസർ രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി ചെന്നപ്പോൾ അദ്ദേഹം ലാസ്റ്റ് സ്റ്റേജിലാണുള്ളത്. പക്ഷെ അദ്ദേഹത്തിന് ഇമ്പുള്ള മനുഷ്യനാണ്.
ഇൽമുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തിനോട് നമ്മൾ ആയത്തുകൾ ഹദീസുകളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ അദ്ദേഹം പല ആയത്തുകളും ഹദീസുകളും മനഃപ്പാഠമാക്കിയ വ്യക്തിയാണ്, കാണാതെ പഠിച്ച വ്യക്തിയാണ്. അദ്ദേഹം ഇങ്ങോട്ട് പറഞ്ഞു തരികയാണ്, ഓരോ ആയത്തുകളും ഹദീസുകളൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു തരികയാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തിലും അദ്ദേഹത്തിന്റെ വീട്ടിലും ഒക്കെ വലിയ പ്രശ്നമാണ്. അദ്ദേഹം ലാസ്റ്റ് സ്റ്റേജിലാണ്. ഇപ്പോൾ വെറും കട്ടൻ ചായ വെള്ളം മാത്രം ഇങ്ങനെ നനച്ച് നാവ് നനച്ച് കിടക്കുന്ന ഒരു സമയമാണ്. ആ സമയത്തും അദ്ദേഹത്തിന്റെ പ്രതീക്ഷ എന്താണെന്നറിയോ? അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ഒറ്റ സംഖ്യയുള്ളൂ, എനിക്ക് അമലുകൾ കുറവാണ്, എനിക്ക് അമലുകൾ കുറവാണ് എന്നൊരു പ്രയാസം മാത്രമേ ഉള്ളൂന്നതാണ്. സഹോദരങ്ങളെ, നമ്മളൊക്കെ അത്തരമൊരു സന്ദർഭത്തിൽ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എത്തിപ്പെടുകയാണെങ്കിൽ അല്ലാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അത്തരമൊരു സന്ദർഭത്തിൽ എത്രയോ ആളുകൾ നമ്മൾ കാണുന്നുണ്ട്. ഒരുപക്ഷെ നമ്മളും ആ ഒരു സന്ദർഭത്തിൽ അങ്ങനെ കിടക്കേണ്ടി വരികയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഉള്ള പ്രതീക്ഷ എന്താണ്? നമ്മുടെ ഇൽമാണ് സഹോദരങ്ങളെ, നമ്മുടെ അമലിൽ മനസ്സിലാക്കണം. അമലിനുള്ള പ്രതീക്ഷയാണ്, ഇൽമാണ് നമ്മുടെ അമല്. ആ അമലാണ് നമ്മുടെ അമലിൽ മനസ്സിലാക്കണം. ഇൽമ്, ആ ഇൽമ് അറിവ്, ഞാൻ ഇഷ്ടത്തിലെ ആയിരുന്നു ഒരിക്കലും സാധനമില്ല. ഖുർആൻ പഠിച്ചത് ഖുർആൻ പഠിക്കാത്തത് ഒരിക്കലും സമല്ല സഹോദരങ്ങളെ. അവരുടെ വിശ്വാസവും അവരുടെ കർമ്മങ്ങളും മറ്റുള്ളവരുടെ പോലെയല്ല. ഒരുപാട് വ്യത്യാസമുണ്ട്, ഉണ്ടാകും എന്ന കാര്യം യാതൊരു തർക്കാർക്കും വേണ്ട. ആ ഇൽമ്, അള്ളാഹു പദവികൾ അവർക്ക് കൊടുക്കുക, സ്ഥാനങ്ങളും പദവികളും ഒക്കെ ഉയർത്തി കൊടുക്കല്. ഇൽമനുസരിച്ച് ഒരു ആയത്തൊന്നും പഠിച്ചാൽ നമ്മൾ സ്ഥാനം ഉയർന്നു, ഒരായത്തോടെ പഠിച്ചാൽ വീണ്ടും അമ്മാണ്ടേക്ക് നമ്മുടെ പദവി ഉയർന്നു. ആ ദരജ അങ്ങനെ ഉയർന്നു പോകും. ഇങ്ങനെ കിടക്കേണ്ടി വരുന്ന സമയത്ത് ഇതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കാം. അപ്പൊ നമ്മള് നടക്കുന്ന സമയത്ത് നമ്മൾ വേറൊരാളെ തുലനം ചെയ്യാണ്, അല്ലെ? അയാളെങ്കിൽ അയാൾക്ക് ലാഭം, അയാളെ സ്ഥാപനത്തിൽ മാത്രം വരുമാനം, നമുക്ക് ഇതൊക്കെ ഇത്ര സൂക്ഷിച്ചിട്ട് നമുക്ക് അവിടെ എത്തുന്നില്ലല്ലോ എന്ന് നമ്മൾ തുലനം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കിടക്കുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ ആലോചിക്കും. എന്തായിരിക്കണം മനസ്സിലാവുക? രോഗിയായി കിടന്ന് നിമിഷങ്ങൾ എണ്ണി കഴിയാണ്, അല്ലെ? മരിക്കുന്ന ഉറപ്പാണ്. ഡോക്ടർമാരെ പറഞ്ഞ ദിവസം തന്നെ ആവണമെന്നില്ല, ചിലപ്പോൾ മുമ്പന്നെ ആവാം. എന്നാൽ ഒരു സബബുണ്ടല്ലോ, കാരണമല്ലോ. കാരണം ഉള്ളിൽ അവയവങ്ങളെല്ലാം മുഴുവനും ക്യാൻസർ ബാധിച്ച് അവയവങ്ങളെല്ലാം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കട്ടൻചായയുടെ വെള്ളം നാവ് നനച്ച് എത്ര ദിവസം ഒരു മനുഷ്യൻ ജീവിക്കും? മരിക്കുന്ന ഉറപ്പാണ്. ഇങ്ങനെ ആ മരണത്തെ കാത്ത് ഇങ്ങനെ കിടക്കുന്ന ഒരു മനുഷ്യനെ മനസ്സിലാക്കാൻ പറയുന്നത് എന്താണ്ടാവുക? മക്കളെ പറ്റിയ ചിന്ത ഉണ്ടാവില്ല. ഞാനുണ്ടാവും, ആരും വിചാരിക്കണ്ട. മക്കളെ പറ്റി ചിന്തല്ല, സ്വത്തിനെ പറ്റി, മുതലിനെ പറ്റി, സ്ഥാപനങ്ങളെ പറ്റി, ജോലിയെ പറ്റി ഒന്നുമല്ല ചിന്ത ഉണ്ടാവില്ല. മറിച്ച് അവന്റെ ചിന്ത അപ്പം എന്താ ഉണ്ടാവില്ല? അവനറിയാം അതൊക്കെ പോകുന്നു. അവന്റെ ചിന്ത എന്താ അറിയാലോ? ഞാൻ പ്രവേശിക്കാൻ പോകുന്ന ലോകത്തേക്ക് എനിക്ക് എന്താ ഉണ്ടാകുക, പ്രവേശിക്കാൻ പോകുന്ന ലോകത്തേക്ക് എന്താ ഉണ്ടാകുക മനസ്സിലാക്കാൻ പറഞ്ഞത്. 10 തെങ്ങുള്ള ഒരു മനുഷ്യന് ആ 10 തെങ്ങ് ഉണ്ടെങ്കിൽ 10 തെങ്ങിനെ പറ്റിയല്ല ചിന്ത ഉണ്ടാകുക. ആ 10 തെങ്ങ്, ഒരു തെങ്ങ് അള്ളാന്റെ പള്ളിക്ക് വഖഫ് ചെയ്ത ആളാണെങ്കിൽ ആ ഒരു തെങ്ങിനെ പറ്റിയ പ്രതീക്ഷ ഉണ്ടാകുക. ആ ഒരു തെങ്ങിനെ പറ്റിയ പ്രതീക്ഷ ഉണ്ടാകുക. ഈ 9നെ പറ്റിയല്ല, വിട്ടേച്ച് പോയ 9നെ പറ്റിയല്ല, ആ കൊടുത്തിനെ പറ്റിയ പ്രതീക്ഷ ഉണ്ടാവുള്ളൂ. എന്താ അള്ളാഹ് പറഞ്ഞത്? ബാക്കിയാത്തു സാലിഹാൻ, നമ്മൾ ചെയ്യുന്ന സാലിഹാൻ കർമ്മങ്ങൾ, ബാക്കിയാകുന്ന കർമ്മങ്ങൾ ഇതെല്ലാം പോകും, അല്ലെ? ഇന്ന് നമ്മൾ ഈ ശനിയാഴ്ച ദിവസം ഈ പഠിച്ച ഈ 1/4 മണിക്കൂറുണ്ടല്ലോ, ഈ മണിക്കൂർ തീരെ അവസാനിക്കില്ല. ഇത് എന്നും നിലനിൽക്കും. ബാക്കിയാത്താണ്, ബാക്കി അവസാനിക്കുകയാണ്. അതിനുശേഷം നമ്മൾ ചെയ്യുന്ന ഒരുപാട് ദുനിയാവിലെ കാര്യം ഇതൊക്കെ വിട്ടേച്ചു പോകും. നമ്മൾ ചെയ്യുന്ന കച്ചവടങ്ങളും ക്രയവിക്രയങ്ങളൊക്കെ വിടും. നമ്മുടെ ഭാര്യയും മക്കളും എല്ലാം പോകും. നമ്മൾ ചെയ്ത ബാക്കിയാത്ത അതാണ് ബാക്കിയാകുക. ബാക്കിയെന്താ? ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വഖൈറുൻ അമല. അമലല്ല, അമൽ, പ്രതീക്ഷ. ഏറ്റവും നല്ല പ്രതീക്ഷ ഒരു മനുഷ്യനിതാ. ഏത്? അവൻ ചെയ്ത് അവശേഷിക്കുന്ന പുണ്യകർമ്മങ്ങളായിരിക്കും ഏറ്റവും വലിയ പ്രതീക്ഷ. അപ്പൊ ഇൽമിൽ നിന്നാണ് അമലുണ്ടാകേണ്ടത്. ആ അമലാണ് നമുക്ക് അമലായി മാറുക, പ്രതീക്ഷയായി മാറുക. ഇതൊന്നും മറന്നുപോയ സഹോദരങ്ങളെ. അതുകൊണ്ട് ഏറ്റവും നല്ല സങ്കേതമാണ് നമ്മൾ കാത്തിരിക്കേണ്ടത്. ഏറ്റവും മോശപ്പെട്ട സങ്കേതത്തിൽ നിന്ന് നമുക്ക് അള്ളാഹു രക്ഷ ഓടിക്കണം, നമുക്ക് രക്ഷ ലഭിക്കണം. അതുകൊണ്ട് ഖുർആനെ തേടി നമ്മൾ വരിക, ഖുർആനെ അന്വേഷിച്ച് നമ്മൾ വരിക. ഇതാണ് ഈ ഹുദ. ഈ ഹുദയെ പിൻപറ്റിയവരാരാണോ അവർക്കാണ് സങ്കടങ്ങളും ദുഃഖങ്ങളും ഇല്ലാത്ത ജീവിതം അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് ഇനിയും പരിസരത്തെ കുറിച്ചുള്ള അടുത്ത ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ് വിശദീകരിക്കും. അള്ളാഹു നമുക്ക് ദീർഘായുസ്സും ആഫിയത്തിനെയും പ്രദാനം ചെയ്യുമാറാവട്ടെ. അറിവില്ലായ്മയോട് വന്നു പോയ തെറ്റുകുറ്റങ്ങൾ നമുക്ക് വിട്ടുകൊടുത്ത് മാറാൻ കഴിയുമാറാവട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഹത്വത്തിനെയും ഭക്ഷണത്തിനെയും പ്രദാനം ചെയ്യുമാറാവട്ടെ. പഠിച്ച കാര്യങ്ങൾ മറക്കാതെ നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലാം നമുക്ക് നൽകി അനുഗ്രഹമായി നൽകി അതിനെ ഏറ്റവും വലിയ നിഅമത്തായി കണ്ട്
അതിനോടുള്ള സ്നേഹവും ഇഷ്ടവും അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അലസതയിൽ നിന്ന്, മടിയിൽ നിന്ന്, മടുപ്പിൽ നിന്ന്, ഷൈത്താനിന്റെ അതല്ല, അതിൽ നിന്ന് അള്ളാഹു നമ്മളെ, നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബത്തെ കാത്തിരിക്കുമാറാകട്ടെ. നമ്മുടെ മക്കൾ അള്ളാഹു സ്വാലിഹായ മക്കളാക്കി തീർക്കട്ടെ. നമ്മുടെ വീട്ടിൽ അള്ളാഹു ഞാനത്തും വർക്കത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ഇടപാടുകളിലും കച്ചവടത്തിലും ജോലിയിലും എല്ലാം അള്ളാഹു തആല നമുക്ക് ഞാനത്തിനെയും വർക്കത്തിനെയും പ്രദാനം ചെയ്യുമാറാകട്ടെ. ആരോഗ്യത്തോടു കൂടിയുള്ള ജീവിതം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ദീർഘായുസ്സ് ആഫിയത്തോടുകൂടി അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എവിടെ വെച്ചാണ് മരണം നിശ്ചയിച്ചതെങ്കിലും എവിടെ വെച്ച് മരിക്കുകയാണെങ്കിലും ഈമാനോട് കൂടിയുള്ള മരണം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واخر دعوانا الحمد لله رب العالمين. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك.